2026 ജനുവരി 15-ലെ സിറാജ് എഡിറ്റോറിയൽ. ജയിലിലെ തൊഴിലും വേതനവും. മികച്ച വേതനമാണ് ഇനി മുതൽ സംസ്ഥാനത്തെ ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കാനിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടിയോളമാണ് ജയിൽ മേധാവിയുടെ ശുപാർശയിൽ സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വർധന. വിദഗ്ധ തൊഴിലാളികൾക്ക് 620 രൂപ, അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് 560, അവിദഗ്ധ തൊഴിലാളികൾക്ക് 530 എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. നിലവിൽ 152, 127, 63 നിരക്കിലായിരുന്നു വേതനം. ജയിൽ തടവുകാരുടെ വേതനം കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജയിൽ മേധാവി നൽകിയ ശുപാർശയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിലക്കയറ്റം രൂക്ഷമായ ഇക്കാലത്ത് സംസ്ഥാനത്ത് നേരത്തെയുണ്ടായിരുന്ന ചെറിയ വേതനം യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന വിമർശവും ശക്തമായിരുന്നു. തടങ്കൽ പാളയങ്ങളല്ല, തിരുത്തൽ കേന്ദ്രങ്ങളാണ് ജയിലുകൾ. കുറ്റകൃത്യം ചെയ്തവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ശിക്ഷിക്കുകയും പിന്നീട് അവരെ ഉത്തരവാദിത്വബോധമുള്ള പൗരന്മാരായി സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ജയിൽ ശിക്ഷ നൽകുന്നത്. പുനരധിവാസത്തിൻ്റെ ഭാഗമാണ് ജയിലിലെ തൊഴിലും വേതനവും. കേവലം തടവറയല്ല, ഉൽപാദന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് ജയിലുകൾ ഇന്ന്. ജയിലിൽ നിന്ന് ചപ്പാത്തിയും വസ്ത്രങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. വിപണിയിൽ വിശ്വസ്ത ബ്രാൻഡായി മാറിയിട്ടുണ്ട് ജയിൽ ഉൽപ്പന്നങ്ങൾ. തടവുകാരുടെ വിയർപ്പാണ് മുഖ്യമായും ജയിൽ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിൽ. ഇത് മാനിക്കപ്പെടുകയും അംഗീകരിക്കുകയും വേണം. കഠിനാധ്വാനത്തിന് തുച്ഛവേതനം ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. പുതിയ നിരക്കുകൾ നടപ്പാക്കുന്നതുവഴി അധ്വാനത്തിന് അർഹമായ മൂല്യം ലഭിക്കുന്നുവെന്ന ബോധം തടവുകാരുടെ ആത്മവിശ്വാസം വളർത്തുകയും ജയിലിലെ വ്യാവസായിക സംരംഭങ്ങൾക്ക് അത് ഉത്തേജനമാകുകയും ചെയ്യും. തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുമുണ്ട്. വേതനം മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിക്കനുസൃതമായി പരിഷ്കരിക്കണമെന്നാണ് സംസ്ഥാനങ്ങളോട് കോടതി നിർദ്ദേശം. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ജയിലിൽ അവർ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ വേതനം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും വേതനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം 25 മുതൽ 33% വരെ അവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവർക്കോ ഇരകളുടെ ബന്ധുക്കൾക്കോ നൽകണമെന്നും വിധിയിൽ പറയുന്നു. ഗുജറാത്ത് സർക്കാരിനെതിരായ കേസിൽ 1998-ലായിരുന്നു പരമോന്നത കോടതിയുടെ ഈ ഉത്തരവ്. ഐക്യരാഷ്ട്ര സഭയ്ക്കുമുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട്. നെൽസൺ മണ്ടേല റൂൾസ് എന്നറിയപ്പെടുന്ന ഈ നിയമപ്രകാരം തടവുകാർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം നൽകണം. അത് നാമമാത്രമാകരുത്. ജയിൽ അന്തേവാസിയുടെ ആവശ്യങ്ങൾക്കും കുടുംബത്തെ സഹായിക്കാനും ഉപകരിക്കുന്ന തരത്തിലുമായിരിക്കണം. വേതനം നൽകാതെ അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല. വേതനത്തിൽ ഒരു നിശ്ചിത തുക തടവുകാരൻ്റെ പേരിൽ സേവിംഗ് ഫണ്ടായി സൂക്ഷിക്കുകയും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുനരധിവാസത്തിനായി നൽകുകയും വേണം. പുറത്തുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുന്ന അതേ സുരക്ഷാ മാനദണ്ഡങ്ങളും ആരോഗ്യ പരിരക്ഷയും ജയിലിനകത്തെ തൊഴിലാളികൾക്കും ലഭിക്കണമെന്നും UN അനുശാസിക്കുന്നു. കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നവരാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരിൽ നല്ലൊരു പങ്കും. അത്തരക്കാർ ജയിലിലാകുന്നതോടെ അവരെ ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കളും ഭാര്യയും മക്കളും പട്ടിണിയിലാകും. വർദ്ധിച്ച വേതനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം തടവുകാരുടെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കാനും അവരുടെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിക്കാനും സാധിക്കും. കുറ്റകൃത്യം ചെയ്ത വ്യക്തി അനുഭവിക്കുന്ന ശിക്ഷ അയാളുടെ നിഷ്കളങ്കരായ കുടുംബം കൂടി അനുഭവിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ തൊഴിലിന് മാന്യവേതനം സഹായകമാകും. സാമ്പത്തിക തകർച്ചയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കയ്യിൽ പണമില്ലാത്ത സാഹചര്യവും വീണ്ടും ജോലി ലഭിക്കാനുള്ള പ്രയാസവും ജയിൽ മോചിതരെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട്. പുതിയ വേതന വർധന വഴി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഗണ്യമായ തുക അവരുടെ കൈവശമുണ്ടാകും. ഇതുപയോഗിച്ച് ചെറിയ തൊഴിലോ ജീവിതമാർഗമോ കണ്ടെത്താനാകും. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരാനും അവരെ പ്രാപ്തരാക്കിയേക്കാം. ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ജയിലിലെ തൊഴിൽ പുനരധിവാസത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും വേതനം നൽകുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ജോലിയുടെ നിരക്ക്, സ്വഭാവം, അത് നിർബന്ധമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്.
പൊതുവെ പുറത്തുള്ള വേതനത്തെ അപേക്ഷിച്ച് കുറവാണ് ജയിലിലെ വേതനം. അമേരിക്കൻ ഐക്യനാടുകളിൽ മണിക്കൂറിന് $0.14, ഏകദേശം 12 രൂപ മുതൽ $1.41 $120 വരെയാണ് നൽകി വരുന്നത്. തീരെ വേതനം നൽകാത്ത സംസ്ഥാനങ്ങളുമുണ്ട് യുഎസിൽ. ബ്രിട്ടനിലും ഫ്രാൻസിലും സ്വമേധയാ സ്വീകരിക്കാവുന്നതാണ് തടവുകാർക്ക് തൊഴിൽ. നിർബന്ധമില്ല, വേതനം കുറവാണ്. നോർവേ പോലുള്ള രാജ്യങ്ങളിലെ ജയിൽ സംവിധാനം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതാണെങ്കിലും അവിടെയും തൊഴിലിന് വേതനം കുറവാണ്. വികസിത രാജ്യങ്ങളിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ പുതുക്കിയ നിരക്ക് ആശാവഹമാണ്.